നമസ്കാരം, നിളയോര വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാന സർക്കാർ നടപ്പാക്കുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് തന്നെ മാതൃകയാണെന്ന് മന്ത്രി എം.ബി. രാജേഷ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പട്ടാമ്പി മണ്ഡലത്തിൽ LDFന്റെ നേതൃത്വത്തിലുള്ള കുടുംബയോഗങ്ങളിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു എം.ബി. രാജേഷ്. പട്ടാമ്പി മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നടക്കുന്ന LDFന്റെ കുടുംബയോഗങ്ങളിലാണ് മന്ത്രി എം.ബി. രാജേഷ് പങ്കെടുത്തത്. വ്യാഴാഴ്ച രാവിലെ മുതൽ വിളയൂർ, തിരുവേഗപ്പുറ, കൊപ്പം, ആമയൂർ, പെരുമുടിയൂർ എന്നിവിടങ്ങളിലായിരുന്നു കുടുംബയോഗങ്ങൾ സംഘടിപ്പിച്ചത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ LDF സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥമാണ് കുടുംബയോഗങ്ങൾ നടത്തുന്നത്. വിളയൂർ, എടപ്പലം, ആലങ്ങാട്ടിലായിരുന്നു മന്ത്രി പങ്കെടുത്ത ആദ്യ കുടുംബയോഗം നടന്നത്. സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ മന്ത്രി കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തോട് കാണിക്കുന്ന വിവേചനവും തുറന്നു കാട്ടി. രാജ്യത്ത് മറ്റൊരു സംസ്ഥാനവും നൽകാത്ത തരത്തിലുള്ള ക്ഷേമ പദ്ധതികളാണ് കേരളത്തിൽ നടപ്പാക്കുന്നതെന്നും മന്ത്രി എം.ബി. രാജേഷ് സൂചിപ്പിച്ചു. കിട്ടാനുള്ള പൈസ കുറച്ച് പൈസ ഇപ്പോൾ കിട്ടിയത് സുപ്രീം കോടതിയിൽ നമ്മൾ കേൾക്കുന്നില്ല. നമുക്ക് തരേണ്ട പൈസ തരുന്നില്ല. എന്നിട്ടും നമ്മൾ 2000 രൂപയ്ക്ക് പെൻഷൻ കേട്ടോ. നമുക്ക് ന്യായമായി തരേണ്ട പൈസ കൂടി തന്നിരുന്നെങ്കിലും പെൻഷക്ക് 3000 രൂപ. അതിന് കേസ് കൊടുത്ത സ്ഥിതിയാണ്. അവരുടെ വാദം നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയുടെ കാരണം പെൻഷനാണ് ഒന്ന്. പിന്നെ ലൈഫിൽ 4 ലക്ഷം വെച്ച് കൊടുക്കുന്നതാണ്. നിങ്ങൾ അതൊക്കെ വെട്ടി കുറയ്ക്കാതെ ഒഴിവാക്കുക. പിന്നെ സാമ്പത്തിക പ്രതിസന്ധി നല്ല ലാഭത്തിലാവില്ല സർക്കാർ. അതിന് പിണറായി പറഞ്ഞ മറുപടി എന്നറിയും. ലാഭം ഉണ്ടാക്കാനുള്ള കമ്പനിയല്ല സർക്കാർ. സാമൂഹ്യക്ഷേമം ഇടതുപക്ഷത്തിന്റെ നയമാണ്. പെൻഷൻ ഫണ്ട് നായനാർ കൊടുത്തിട്ടുണ്ടായിരുന്നതിൽ 80 അന്ന് 45 രൂപ. ആ പെൻഷൻ വാങ്ങി ആരും കൊണ്ടാവില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF പ്രഖ്യാപിച്ച വാഗ്ദാനങ്ങളെല്ലാം പാലിച്ചുകൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഞങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ വാഗ്ദാനമാണ് LDF. അന്ന് കോൺഗ്രസ്സുകാരും ലീഗുകാരൊക്കെ എന്ത് പറഞ്ഞു, BJPക്കാരും പറഞ്ഞു ഇതൊന്നും നടക്കുന്ന കാര്യമില്ല, വെറും തള്ളാണ്, നിങ്ങൾ വിശ്വസിക്കരുതിട്ട്, ഇത് ചെയ്യാൻ പോകുന്നില്ല, ലോകത്തൊരു സ്ഥലത്തും ഇല്ലാത്ത കാര്യമാണ്. ആ പറഞ്ഞത് ശരിയാണ്. ലോകത്തൊരിടത്തുമില്ലാത്ത കാര്യം ഇപ്പൊ കേരളത്തിൽ ചെയ്യാൻ പോവുക. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഓൺലൈനിൽ അപേക്ഷ കൊടുക്കണം. അപേക്ഷ ക്ഷണിക്കും ഗവൺമെന്റ്. ഓൺലൈനിൽ അപേക്ഷ കൊടുക്കണം. പെൻഷന്റെ അർഹരായ ആൾക്കാരെ ആരാ തെരഞ്ഞെടുക്കണം അറിയോ? പഞ്ചായത്ത് തെരഞ്ഞെടുക്കണം. പഞ്ചായത്ത് ചെയ്യണം. പഞ്ചായത്ത് കൈവിട്ട് പോയതെന്ന് പറഞ്ഞു പഞ്ചായത്താണ് തെരഞ്ഞെടുക്കുക. സ്ഥാനാർത്ഥികൾക്ക് പുറമെ CPM ഏരിയ സെക്രട്ടറി ഗോപാലകൃഷ്ണൻ, ജില്ലാ സെക്രട്ടറി അംഗം സുബേദ സഹാഖ്, K. മുരളി, T. ഷാജി ഉൾപ്പെടെയുള്ള നേതാക്കളും കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തു. വെള്ളിയാഴ്ച വാടാനംകുറിശി, പട്ടാമ്പി, ശങ്കരമംഗലം എന്നിവിടങ്ങളിലെ കുടുംബയോഗങ്ങളിലും മന്ത്രി പങ്കെടുക്കും. നാളെ മുതൽ LDF പഞ്ചായത്ത് റാലികളും ആരംഭിക്കും. സംസ്ഥാന സർക്കാരിന്റെ ഭരണം ജനദ്രോഹ നയങ്ങളുടെ മുഖമുദ്രയാണെന്ന് VK ശ്രീകണ്ഠൻ MP. പട്ടാമ്പി മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥമുള്ള MPയുടെ മണ്ഡല പര്യടനത്തിൽ സംസാരിക്കുകയായിരുന്നു VK ശ്രീകണ്ഠൻ MP. വ്യാഴാഴ്ച രാവിലെ തിരുവേഗപ്പുറ കൈപ്പുറത്തുനിന്നുമാണ് VK ശ്രീകണ്ഠൻ MPയുടെ തിരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടി ആരംഭിച്ചത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥികളുടെ പ്രചരണാർത്ഥമായിരുന്നു MPയുടെ പര്യടനം. സംസ്ഥാന സർക്കാരിന്റെ ഭരണം ജനദ്രോഹ നയങ്ങളുടെ മുഖമുദ്രയാണെന്ന് കൊപ്പം ഓണക്കുഴിയിൽ നടന്ന പര്യടനത്തിൽ സംസാരിക്കവേ VK ശ്രീകണ്ഠൻ MP കുറ്റപ്പെടുത്തി. എല്ലാ മേഖലയും തളർത്തിയ ഭരണമാണ് സംസ്ഥാന സർക്കാരിൻ്റെതെന്നും VK ശ്രീകണ്ഠൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്ത് ഭരണം നടത്തുന്ന പിണറായി സർക്കാർ ജനദ്രോഹ നയങ്ങളുടെ മുഖമുദ്രയാണ്. പാവപ്പെട്ട ആളുകൾക്ക് ഇവിടെ പ്രളയം വന്നും കോവിഡ് വന്നും തൊഴിൽ നഷ്ടപ്പെട്ടവര്, ഒരുപാട് ജീവൻ നഷ്ടപ്പെട്ടവർ, അവരെ ആരും സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറായി. തൊഴിലില്ലാതെ, വരുമാനമില്ലാതെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒട്ടനവധി ലക്ഷക്കണക്കിന് ആളുകൾ നികുതി ഭാരം അടിച്ചേൽപ്പിച്ച് കുപ്രസിദ്ധമായിട്ടുള്ള ഒരു ചരിത്രം ഈ കേരളത്തിന് സംഭാവന ചെയ്ത പിണറായി സർക്കാരിനെതിരെ ജനരോഷം അതിശക്തമാണ്. 300 ഇരട്ടിയാണ് വീട്ടുനികുതി, 400 ഇരട്ടിയാണ് ഭൂനികുതി. കെട്ടിട നികുതിയും ഭൂനികുതിയും കൂടി തന്നെ വലിയൊരു ഭാരം അടിച്ചേൽപ്പിച്ചു. 500 സ്ക്വയർ ഫീറ്റ് ഒരു വീട് പണിയാൻ തറപ്പണിക്ക് ആവശ്യമായിട്ടുള്ള സംഖ്യ ഫീസായിട്ട് അടയ്ക്കാൻ ഈ സർക്കാർ തീരുമാനിച്ചു.
ഇലക്ട്രിസിറ്റി ചാർജ് 3 തവണ കൂട്ടി, വെള്ളക്കരം 3 തവണ കൂട്ടി. നടു റോഡിലിറങ്ങിയാൽ പോക്കറ്റ് അടിക്കുന്ന നമ്മുടെ നിരത്തുകളിലെ ആയിരക്കണക്കിന് ക്യാമറകൾ, മറ്റെങ്ങുമില്ലാത്ത തരത്തിൽ ജനങ്ങളെ ഇതുപോലെ ഈ ദുരിതകാലത്ത് ഏറ്റവും കഷ്ടത്തിലാക്കിയ സർക്കാർ ഇനിയും തുടരുന്നത് ഈ നാടിന് ആപത്താണ്. സാമൂഹ്യ സുരക്ഷിതത്വം വലിയ ഭീഷണിയില്ല. സ്ത്രീകളും കുട്ടികളും ആക്രമിക്കപ്പെടുക, മദ്യം കേരളം മുഴുവൻ വിളമ്പുകയാണ്. ഉമ്മൻചാണ്ടിയുള്ളപ്പോൾ 28 ബാർ ഉണ്ടായിരുന്നത് 932 ബാറായി കൂട്ടി. ഈ കേരളത്തിൽ ഇനി ബാറില്ലാത്ത അപൂർവ പഞ്ചായത്തുകൾ. നമ്മുടെ സംസ്ഥാനത്തെ മദ്യത്തിൽ മുക്കി കൊല്ലാനാ ഗവൺമെന്റ് തീരുമാനം. മദ്യം മാത്രമല്ല, കേരളത്തിന്റെ മുക്കുമൂലയിലും മയക്കുമരുന്ന് വളരെ വ്യാപകമാണ്. കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുക, യുവാക്കൾ വിദ്യാർത്ഥികൾ ഇതിന് അടിമകളാകുക. ഭാവി തലമുറ ആശങ്കയോടുകൂടിയാണ് ഈ സർക്കാരിന്റെ നടപടികളെ കാണുന്നത്. കൈപ്പുറം, കൊപ്പം, കുരാച്ചിപ്പടി, മുളയങ്കാവ് എന്നിവിടങ്ങളിലും എംപിയുടെ പര്യടനം നടന്നു. കുരാച്ചിപ്പടിയിൽ നടന്ന യോഗത്തിൽ സ്ഥാനാർത്ഥികളും UDF നേതാക്കളും പങ്കെടുത്തു. പട്ടാമ്പിയിലായിരുന്നു പര്യടനം സമാപിച്ചത്. ജില്ലാ, ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥികൾക്ക് പുറമെ അതാത് പ്രദേശത്തെ UDF നേതാക്കളും എംപിയുടെ സ്വീകരണ കേന്ദ്രങ്ങളിൽ പങ്കെടുത്ത് സംസാരിച്ചു. സാമ്പത്തികമായി പാപ്പരത്തുണ്ടായാൽ അവസാനം ചൂതാട്ടം കേരളത്തിൽ ഏറ്റുമുട്ടുന്നത് ലോട്ടറിയാണ്. സമ്മാനം കിട്ടില്ല. നിരാശരായ പാവപ്പെട്ടവർക്ക് ഉള്ള കൂലി മുഴുവൻ കൊണ്ടുപോയി കൊടുത്ത് ലോട്ടറി എടുക്കുകയാണ്. അപ്പൊ മദ്യവും മയക്കുമരുന്നും ലോട്ടറിയുടെയും താവളമായി കേരള സംസ്ഥാനം മാറിയിരിക്കുകയാണ്. ഒന്നുണ്ടല്ലേ, ഈ കോടി ബംഗാളിൽ കാണാനില്ല. 35 വർഷം ഭരിച്ച ബംഗാളിൽ ഈ കോടി കാണില്ല. ഞാൻ അവിടെ പോയിരുന്നു. ബംഗാളിൽ ഒരു ലോക്സഭാ കമ്മിറ്റിക്ക് ഒരു റിക്ഷക്കാരനെ വിളിച്ചു. എന്നിട്ട് വന്ന് CPM-ന്റെ ഏതെങ്കിലും ഓഫീസ് ഒന്ന് കാണിച്ചു ചോദിച്ചു. രാവിലെ 7 മണിക്ക് നടക്കാറിയതാ. അറിയത്തിക്കുള്ള കൽക്കത്ത നഗരം നിങ്ങൾക്ക് അറിയാലോ. ആ ചങ്ങാതി എല്ലായിടത്തും കൂടി കൊണ്ടുപോയി. ഇവിടെ പണ്ടുണ്ടായിരുന്നു, ഇവിടെ മുമ്പുണ്ടായിരുന്നു, ഒരു ഓഫീസ് ഇപ്പം ഇല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ഓഫീസ് വേണ്ട, ഒരു ചുവന്ന കൊടി എവിടെങ്കിലും ഈ ഫ്ലാഗ് സ്റ്റമ്പൊക്കെ കൊടുത്തല്ലോ. നമ്മുടെ നാട്ടിൽ വഴിനീളം കുഞ്ഞിണ്ട്. വിളയൂർ പഞ്ചായത്തിലെ ഓട്ടുപാറയിൽ ലൈഫ് പദ്ധതിയിൽ നിർമ്മാണം പുരോഗമിക്കുന്ന വീടുകൾ മന്ത്രി MB രാജേഷ് സന്ദർശിച്ചു. പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയുടെ പ്രകാശനവും മന്ത്രി നിർവഹിച്ചു. വിളയൂർ പഞ്ചായത്തിലെ ഓടുപാറയിലെ പഴയ ഇരട്ട വീടുകൾക്ക് പകരമാണ് 24 പുതിയ വീടുകൾ ഇവിടെ ഉയർന്നിരിക്കുന്നത്. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് ശേഷമാണ് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്ത് തന്നെ ആദ്യമായി 1,00,000 വീടുകളിലെ ഇരട്ട വീടുകൾ ഒറ്റ വീടുകളാക്കുന്ന പദ്ധതിക്ക് വിളയൂരിൽ തുടക്കം കുറിച്ചത്. വീടുകളുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് മന്ത്രി MB രാജേഷ് വീടുകൾ സന്ദർശിക്കാൻ എത്തിയത്. വീട്ടുകാർ മന്ത്രിയെ സ്വീകരിച്ചാനയിച്ചു. നിർമ്മാണ പ്രവർത്തികൾ വേഗത്തിലാക്കണമെന്നും മറ്റു ആവശ്യങ്ങളും ഇവിടുത്തുകാർ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. 24 വീടുകൾ യാഥാർത്ഥ്യമായതുപോലെ ഇവിടുത്തെ എല്ലാ ആവശ്യങ്ങളും യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി സൂചിപ്പിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളെ കുറിച്ച് ഓർമ്മപ്പെടുത്തുവാനും മന്ത്രി മറന്നില്ല. ഇത്ര വേഗം അവർ ചെയ്തു പഞ്ചായത്ത്. അത് നമ്മുടെ പഞ്ചായത്തായോണ്ടല്ലേ ഇത്രയും വേഗം ചെയ്യാൻ പറ്റിയേ. നിങ്ങൾക്കിപ്പോ വീടായില്ലേ? വീടാവുമ്പോഴല്ലേ അടുത്ത പ്രശ്നം വരണം. ആ വീടാവുമെങ്കിൽ പിന്നെ കുടിവെള്ളമാക്കി തരും. മുരളി പറയണു ഇത്രയും വീടുണ്ടാക്കി തരാ, പിന്നെ കുടിവെള്ളം ഉണ്ടാക്കി തരാനാണ് അവർക്ക് പ്രയാസം. പിന്നെ അപ്പൊ വെള്ളം, കറണ്ട്, വീട്, ഇത്രയും ഇത്രയും കാര്യങ്ങളും ചെയ്യും കേട്ടോ. തുടർന്ന് പഞ്ചായത്തിലെ LDF തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയും മന്ത്രി പ്രകാശനം ചെയ്തു. നേതാക്കളായ സുബൈദ അസഹക്, T ഗോപാലകൃഷ്ണൻ, K മുരളി, T ഷാജി, MK ബേബി ഗിരിജ, TP അഹമ്മദ്, മുജീബ് കരുവാങ്കുഴി, MV ഗംഗാധരൻ ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുത്തു. സ്ഥാനാർത്ഥികളും സന്നിഹിതരായിരുന്നു. തൃത്താലയിൽ വീണ്ടും തെരുവുനായുടെ ആക്രമണം, 3 പേർക്ക് കടിയേറ്റു. വ്യാഴാഴ്ച രാവിലെ 7:45 മണറാട്ടിൽ വീട്ടിൽ 56 വയസ്സുള്ള മുഹമ്മദ് ഹനീഫയ്ക്കാണ് കടിയേറ്റത്. കടി കിട്ടിയിട്ടും നായയെ പിടിവിടാതിരുന്ന ഹനീഫ പിന്നീട് നാട്ടുകാരുടെ സഹായത്തോടെ നായയെ തല്ലിക്കൊല്ലുകയായിരുന്നു. കഴിഞ്ഞ ദിവസം ഇതേ നായ പനമ്പറ്റ പറമ്പിൽ 60 വയസ്സുള്ള രാജൻ, പറമ്പിൽ വീട്ടിൽ 50 വയസ്സുള്ള സരോജിനി എന്നിവരെ കടിച്ചിരുന്നു. മറ്റൊരാളുടെ മുഖത്തിന് നേരെ നായ കടിക്കാനായി ചാടിയെങ്കിലും തലനാരിഴയ്ക്ക് കടിയേൽക്കാതെ രക്ഷപ്പെട്ടു. തൃത്താല പഞ്ചായത്തിലെ തച്ചറാംകുന്ന്, പനമ്പറ്റ, VK കടവ് പ്രദേശങ്ങളിലുള്ളവർക്കാണ് നായയുടെ കടിയേറ്റത്. കഴിഞ്ഞ ആഴ്ച സമീപ പ്രദേശമായ ആശുപത്രി മേൽഭാഗം പ്രദേശത്ത് പിഞ്ചുകുഞ്ഞുൾപ്പെടെ 3 പേർക്ക് കടിയേറ്റിരുന്നു. മുഖത്ത് ഗുരുതര പരിക്കേറ്റ കുഞ്ഞ് ഇപ്പോഴും ചികിത്സയിലാണ്. കൂറ്റനാട് സെന്ററിൽ തെരുവുനായ്ക്കളുടെ ശല്യം രൂക്ഷമാകുന്നു. ബസ് സ്റ്റാൻഡിലും പഞ്ചായത്ത് ഓഫീസിന് മുന്നിലും തെരുവുനായ്ക്കളുടെ വിഹാര കേന്ദ്രമായിരിക്കുകയാണ്.
പേയിളകിയ തെരുവു നായ്ക്കളുടെ കൂട്ടങ്ങൾ മനുഷ്യരെ ആക്രമിക്കുന്നതോടൊപ്പം വീട്ടിൽ വളർത്തുന്ന കന്നുകാലികളെയും കടിച്ചതിനെ തുടർന്ന് ഇക്കഴിഞ്ഞ ദിവസം നാഗലശ്ശേരി പഞ്ചായത്തിലെ 6-ാം വാർഡിൽ 2 കറവ പശുക്കളാണ് ചത്തത്. ക്ഷീരകർഷകനായ വീട്ടുടമസ്ഥന് 1.5 ലക്ഷം രൂപയുടെ നഷ്ടം സംഭവിച്ചു. തെരുവു നായ്ക്കളുടെ ആക്രമണത്തിൽ നഷ്ടം സംഭവിക്കുന്ന കർഷകർക്ക് യാതൊരു നഷ്ടപരിഹാരവും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ലെന്നും കോഴി, ആട്, പശു തുടങ്ങിയ മൃഗങ്ങളെ വളർത്തി ഉപജീവനം നടത്തുന്ന കർഷകർക്ക് ഈ മേഖലയിൽ തുടരാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും ക്ഷീരകർഷകർ പറയുന്നു. നാഗലശ്ശേരി പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന 4 ക്ഷീരസംഘങ്ങളിലും പഞ്ചായത്തിനോട് ചേർന്ന് നിൽക്കുന്ന ക്ഷീരസംഘങ്ങളിലുമായി നിരവധി കർഷകരാണ് ഉപജീവനം നടത്തുന്നത്. ശരാശരി ഓരോ സംഘത്തിലും 50 മുതൽ 100 കർഷകർ വരെ അംഗങ്ങളാണ്. കാലികളെ മേയ്ക്കാനുള്ള പ്രയാസം കണക്കിലെടുത്ത് അംഗത്വമുള്ള പലരും ഈ മേഖലയിൽ തുടരാനാവുന്നില്ലെന്നാണ് പറയുന്നത്. മുൻകാലങ്ങളിൽ കന്നുകാലികളെ തുറസായ സ്ഥലത്ത് മേയ്ക്കാൻ അയക്കാവുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. എന്നാൽ നിലവിൽ കാലികളെ സൗകര്യപ്രദമായി പൊതുസ്ഥലങ്ങളിൽ തീറ്റയ്ക്കായി തുറന്നുവിടാനാകുന്നില്ല. സ്വകാര്യ ഇടങ്ങളിൽ തീറ്റയ്ക്കായി തുറന്നുവിട്ടാലാകട്ടെ ഏതു സമയത്തും തെരുവുനായ്ക്കളുടെ ആക്രമം ഉണ്ടാകുമെന്ന സ്ഥിതിയാണ് കർഷകർ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണിയെന്ന് കോതച്ചിറയിലെ ക്ഷീരസഹകരണ സംഘം പ്രസിഡന്റ് CK കുട്ടിനാരായണൻ പറഞ്ഞു. ആദ്യകാലങ്ങളിൽ മിക്ക വീടുകളിൽ നിന്നും കർഷകർ ക്ഷീരസംഘത്തിലേക്ക് പാലുമായി എത്തിയിരുന്നെങ്കിൽ പലയിടത്തും വിരലിലെണ്ണാവുന്ന കർഷകർ മാത്രമാണ് സംഘത്തിലേക്ക് പാൽ നൽകാനെത്തുന്നത്. ഗ്രാമങ്ങളിലെ ക്ഷീരകർഷകർക്ക് സംരക്ഷണം നൽകുന്നതും സഹായകമേകുന്നതുമായ ക്ഷീരസംഘങ്ങളുടെ അംഗത്വത്തിൽ വരുന്ന കുറവിന് നാട്ടിൽ പെരുകിയ തെരുവു നായ്ക്കളും കാരണമായിട്ടുണ്ട്. വാവന്നൂർ, തൊഴുക്കാട്, പെരിങ്ങോട്, കോതച്ചിറ തുടങ്ങിയ 4 കേന്ദ്രങ്ങളിൽ ക്ഷീരസഹകരണ സംഘങ്ങളുണ്ട്. പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത കേന്ദ്രങ്ങളായ വട്ടേനാട്, ചാത്തന്നൂർ, ചാഴിയാട്ടിരി തുടങ്ങിയ അയൽപ്രദേശങ്ങളിലും പഞ്ചായത്തുകളുടെ അതിർത്തികൾ പരിഗണിക്കാതെ കർഷകർ പാൽ നൽകുന്ന സ്ഥിതിയുണ്ട്. കന്നുകാലികൾ ചത്തുകഴിഞ്ഞാൽ ഇൻഷുറൻസ് പരിരക്ഷയുള്ളവർക്ക് മാത്രമാണ് നഷ്ടപരിഹാരം അനുവദിച്ച് കിട്ടുന്നതെന്നും കർഷകർ പറയുന്നു. രാത്രിയാകുന്നതോടെ നഗരവും പീടിക കോലായികളും തെരുവു നായ്ക്കൾ കീഴടക്കും. പകൽ സമയങ്ങളിൽ വഴിയോരങ്ങളിലും പാടശേഖരങ്ങളിലും ഭക്ഷണശാലകൾക്ക് സമീപങ്ങളിലുമായാണ് ഇവ കൂട്ടമായി നിൽക്കുന്നത്. ഓരോ സംഘത്തിലും 10 മുതൽ 20 വരെ നായ്ക്കളുണ്ടാകും. രാത്രിയാകുന്നതോടെ സർക്കാർ ഓഫീസുകൾ, ബസ് സ്റ്റാൻഡുകൾ, കടത്തിണ്ണകൾ, സ്കൂൾ, കളിസ്ഥലങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ആളൊഴിഞ്ഞ വീടുകൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇവ കൂട്ടമായി എത്തുക. പേയ് ഇളകിയാൽ ഇവ ആളുകളെ ആക്രമിക്കുന്നതിനേക്കാളുപരി കൂട്ടത്തിലുള്ള മറ്റ് നായ്ക്കളെയും കടിച്ച് പരിക്കേൽപ്പിക്കുമെന്നാണ് തൃത്താലയിലെ വെറ്റിനറി ഡോക്ടർ S. പ്രമോദ് പറയുന്നത്. പട്ടാമ്പി നഗരസഭയിൽ LDF സ്ഥാനാർത്ഥികളുടെ സംയുക്ത പര്യടനം നടന്നു. വിവിധ ഡിവിഷനുകളിലൂടെയായിരുന്നു സ്ഥാനാർത്ഥികളുടെ പര്യടനം സംഘടിപ്പിച്ചത്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി നഗരസഭയിൽ ജനവിധി തേടുന്ന LDF സ്ഥാനാർത്ഥികളുടെ സംയുക്ത പര്യടനമാണ് വ്യാഴാഴ്ച നടന്നത്. 29 ഡിവിഷനുകളിലെയും സ്ഥാനാർത്ഥികൾ എല്ലാ ഡിവിഷനിലും കയറിയിറങ്ങിയായിരുന്നു പര്യടനം നടത്തിയത്. ഓരോ വാർഡുകളിലും സ്ഥാനാർത്ഥികൾക്ക് സ്വീകരണവും ഒരുക്കി. സംസ്ഥാന സർക്കാരിന്റെയും പട്ടാമ്പി നഗരസഭയുടെയും വികസന നേട്ടങ്ങൾ ഉയർത്തിപ്പിടിച്ചായിരുന്നു സ്ഥാനാർത്ഥികളുടെ പര്യടനം. വിവിധ കേന്ദ്രങ്ങളിൽ നൽകിയ സ്വീകരണ യോഗങ്ങളിൽ നേതാക്കളായ KP അജയൻ, ED ശ്രീജ, AV സുരേഷ്, MP വിപിനൻ, O ലക്ഷ്മിക്കുട്ടി, K ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ഈ മുനിസിപ്പാലിറ്റിയുടെ എല്ലാ വാർഡുകളിലും ഒരുമിച്ച് പരിചയപ്പെടുത്തുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് വെക്കുന്ന ആശയം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതിനും സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 5 വർഷക്കാലം ഈ പട്ടാമ്പി നഗരസഭയിലുണ്ടായ വികസന മുന്നേറ്റങ്ങളെ സംബന്ധിച്ച് ജനങ്ങളോട് വിശദീകരിക്കുക. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് കഴിഞ്ഞ 5 വർഷക്കാലം, കഴിഞ്ഞ 9.5 വർഷക്കാലം ഈ ഗവൺമെന്റ് ജനപക്ഷ വികസന നയങ്ങൾ നടപ്പാക്കും. ആ നടപ്പാക്കിയ നയങ്ങൾ നമ്മുടെ നാട്ടിലെ മഹാഭൂരിഭാഗം വരുന്ന ജനങ്ങളെ, ആ ജനങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്, അവർക്ക് അവരുടെ ജീവിത മെച്ചപ്പെടുന്നതിന് മികച്ച വിദ്യാഭ്യാസം, മികച്ച തൊഴിലവസരങ്ങൾ, മികച്ച ചികിത്സാ സൗകര്യങ്ങൾ, അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും, കാർഷിക മേഖലയിൽ, വ്യാവസായിക മേഖലയിൽ എല്ലാം കേരളം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കേരളമാകെ ഒരു ശുചിത്വ കേരളമായി മാറുകയാണ്. ഇങ്ങനെ കേരളത്തിന്റെ സമസ്ത മേഖലയിലും വലിയ മുന്നേറ്റങ്ങൾ കഴിഞ്ഞ 9.5 വർഷക്കാലം കൊണ്ടുണ്ടാവുകയാണ്.
തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് തീപിടിപ്പിച്ച് കേരളത്തിലെ 14 ജില്ലകളിലും ശ്രദ്ധേയമാവുകയാണ് തൃത്താല, ആനക്കര, ചേക്കോട്, കുന്നുംപാടത്തെ അനസിന്റെ പാട്ടുകൾ. വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് വേണ്ടി ഇതിനോടകം 120-ലധികം പ്രചാരണ ഗാനങ്ങളാണ് ഈ യുവപ്രതിഭ എഴുതി സംഗീതം ചെയ്ത് ആലപിച്ചത്. ചെറുപ്രായത്തിൽ തന്നെ സംഗീതരംഗത്ത് സജീവമായ 23-കാരനായ അനസ് മിനിറ്റുകൾക്കുള്ളിൽ ഗാനങ്ങൾ രചിക്കാനുള്ള തന്റെ അസാമാന്യ കഴിവുകൊണ്ട് ഇതിനോടകം ശ്രദ്ധ നേടിക്കഴിഞ്ഞു. കേവലം 10 മിനിറ്റിനുള്ളിൽ ഒരു പ്രചരണ ഗാനം എഴുതി തീർക്കാൻ അനസിന് സാധിക്കും. മൂന്നാക്കലിലെ യാരോൺ റെക്കോർഡിംഗ് സ്റ്റുഡിയോ കേന്ദ്രീകരിച്ചാണ് ഇദ്ദേഹം ഗാനരചനയും ആലാപനവും നിർവഹിക്കുന്നത്. ബികോം പൂർത്തിയാക്കിയ ശേഷം CMA വിദ്യാർത്ഥിയായ ഈ യുവകലാകാരൻ ആനക്കര, ചേക്കോട്, കുന്നുംപാടത്ത് സുലൈമാൻ, റഫീഖ ദമ്പതിമാരുടെ മകനാണ്. പാലക്കാട് ജില്ലയിലെ കപ്പൂർ പഞ്ചായത്തിലെ ചേക്കോടാണ് എന്റെ സ്ഥലം. പാട്ടുകൾ എഴുതിയും കമ്പോസ് ചെയ്തും പാടിയൊക്കെ ഞാൻ ഈ മേഖലയിൽ കുറച്ചു കാലമായിട്ടുണ്ട്. ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ എല്ലാ ജില്ലയിലെയും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഞാൻ 140ഓളം പാട്ടുകൾ എഴുതി വളാഞ്ചേരി യാരോൺ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നിന്നാണ് പാട്ടുകൾ എഴുതിയും പാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഞാൻ ഡിഗ്രി കഴിഞ്ഞു, CMA സ്റ്റുഡന്റ് ആണ്. തിരഞ്ഞെടുപ്പ് രംഗത്ത് സ്ഥാനാർത്ഥികൾക്ക് ആവേശവും ജനങ്ങൾക്ക് ആഹ്ലാദവും പകരുന്ന അനസിന്റെ പാട്ടുകൾ ഇത്തവണത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിലെ ശ്രദ്ധേയമായ പ്രചാരണ മാധ്യമമായി മാറിക്കഴിഞ്ഞു. പനിയാണ് ഗൈസ്, നമ്മള് ഗുളിക കഴിക്കാൻ പോവാണ് ഗൈസ്. എൻ്റെ അമ്മ സ്ഥാനാർത്ഥിയാണ്, ജയിപ്പിക്കണം. അമ്മയ്ക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച 5.5 വയസ്സുകാരൻ. ചാലിശ്ശേരി 2-ാം വാർഡ് LDF സ്ഥാനാർത്ഥി വിനീതയുടെ മകൻ ആദിദേവാണ് സമൂഹ മാധ്യമങ്ങളിൽ അമ്മയ്ക്ക് വോട്ട് അഭ്യർത്ഥിച്ച് വൈറലായത്. ആദിദേവിന്റെ അമ്മയ്ക്കായുള്ള വോട്ട് അഭ്യർത്ഥനയുടെ ദൃശ്യങ്ങൾ നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നത്. ഹലോ ഗായ്സ്, നമ്മളിപ്പോ ഗുളിക കഴിക്കാൻ പോകുന്നത്. നമ്മൾക്ക് കുറച്ച് സൈറ്റ് പനിയൊക്കെ അപ്പം ഞങ്ങൾ അറിഞ്ഞോദിക്കറിയില്ല. എൻ്റെ അമ്മ സ്ഥാനാർത്ഥിയാണ്. ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് 2-ാം വാർഡ് LDF സ്ഥാനാർത്ഥി. എല്ലാവരും അമ്മേനെ ജയിപ്പിക്കണം. ജയിപ്പിച്ച എന്തായാലും അമ്മ നിങ്ങളുടെ കൂടെ നിൽക്കും. ഇതോടെ നിളയോര വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.